നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തയിലേക്ക്. മൂന്നാറിലെ വൻകിട കയ്യേറ്റക്കാരുമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. എം മണിയുടെ ബിനാമിയാണ് ലംബോദരൻ എന്നും ഡീൻ കുര്യാക്കോസ്. കാഞ്ചിയാർ പാലാക്കടയിൽ സ്ഥാപിച്ച കുരിശടിയിൽ മോഷണം. ലെബക്കട ലൂർദ് മാതാ ദേവാലയത്തിന്റെ കീഴിലുള്ള കുരിശടിയിലാണ് മോഷണം നടന്നത്. കോൺഗ്രസും ബി.ജെ.പിയും നടത്തിയ ഇരട്ടത്താപ്പിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ 48% ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കാത്തതെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വനിതാ കമ്മീഷൻ സന്ദർശനം നടത്തും. വിശദമായ വാർത്തയിലേക്ക്. മൂന്നാറിലെ വൻകിട കയ്യേറ്റക്കാരുമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. എം മണിയുടെ ബിനാമിയാണ് ലംബോദരൻ എന്നും ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയിൽ പറഞ്ഞു. ജോർജിനെ വഴിവിട്ട് സഹായിക്കുക വഴിയായി, എസ് രാജേന്ദ്രനെ വഴിവിട്ട് സഹായിക്കുക വഴിയായി ഇവരുടെയെല്ലാം കയ്യേറ്റങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളതല്ലാതെ അങ്ങനെ സംരക്ഷണം ഏർപ്പെടുത്തുക വഴിയായി കയ്യേറ്റങ്ങളെ പൂർണ്ണമായി ന്യായീകരിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. അപ്പോൾ കയ്യേറ്റ മാഫിയയുമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ്. എം മണിയും അദ്ദേഹത്തിൻ്റെ സഹോദരനും ആർജിച്ച സ്വത്തുവകകളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നുകൂടി ഞങ്ങൾ ചോദിക്കുകയാണ്, യൂത്ത് കോൺഗ്രസ് ചോദിക്കുകയാണ്. കാരണം മണിയുടെ ബിനാമിയാണ് ലംബോദരൻ, മണിയുടെ ബിനാമിയാണ് ഈ മറ്റുള്ള ആളുകളെല്ലാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവജന മാർച്ചിന് നെടുങ്കണ്ടത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി. അക്രമം CPM-ന്റെയും വർഗീയ ഫാസിസം BJP-യുടെയും മുഖമുദ്രയാണെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവജന മാർച്ചിന് നെടുങ്കണ്ടത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് മാർച്ചിനെ സ്വീകരിച്ചു. വർഗീയതയ്ക്കെതിരെ നാടുണർത്താൻ, ഭരണത്തകർച്ചയ്ക്കെതിരെ മനസ്സുണർത്താൻ എന്ന മുദ്രാവാക്യമുണർത്തി കാസർഗോഡ് നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. അക്രമം CPM-ന്റെയും വർഗീയ ഫാസിസം BJP-യുടെയും മുഖമുദ്രയാണെന്ന് സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇപ്പോൾ ഫാസിസം അങ്ങ് ഡൽഹിയിൽ മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്തും ഈ സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലയിലും അത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയതായ പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരാരായാലും ശരി, അവരെല്ലാം ഇല്ലായ്മപ്പെടുത്തുന്ന തരത്തിൽ അവർക്ക് അവസരമുണ്ടാക്കുന്ന ആളുകളെയെല്ലാം ഏത് വിധത്തിലും കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ അജണ്ടയായി ഉള്ളത് എന്നതിൽ നമുക്ക് ആർക്കും യാതൊരു സംശയവുമില്ല. CPM-നെതിരെ വിമർശനം നടത്തുന്നവരെ ഏതുവിധേനയും കൈകാര്യം ചെയ്യുന്ന നടപടികളാണ് പാർട്ടി സ്വീകരിച്ചു വരുന്നത്. ഭരണത്തിലേറിയതോടെ ഈ പ്രവണത വർദ്ധിച്ചു. മൂന്നാറിൽ സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞവരെയും ഭൂമി കയ്യേറ്റക്കാരുടെ നേതാക്കന്മാരെയും സംരക്ഷിക്കുന്ന നയമാണ് മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP രാജ്യത്ത് വർഗീയത അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ സംസ്ഥാനത്ത് വർഗീയ വിഷം കുത്തിവയ്ക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പടിഞ്ഞാറേക്കവലയിൽ നടന്ന സ്വീകരണ സമ്മേളനം മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് KS അരുൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ മാത്യു കുഴനാടൻ, രവീന്ദ്രദാസ്, ആദം മുൾസി, മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, ശ്രീമന്ദ്രം ശശികുമാർ, KR സുമാരൻ നായർ, MN ഗോപി, J മുരളീധരൻ, സേനാപതി വേണു, CS യശോധരൻ, R ബാലൻപിള്ള, ബിജോ മാണി, മുകേഷ് മോഹനൻ, ജിയോ മാത്യു, നിയാസ് കുരപ്പള്ളി, ടോണി, ബെന്നി തുണ്ടത്തിൽ, ഷാജി പുള്ളോലി തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസും BJP-യും നടത്തിയ ഇരട്ടത്താപ്പിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ 48% ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കാതെയായതെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ. കെ വിനോദ് അനുസ്മരണ സമ്മേളനം ഇരട്ടയാറ്റിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തസാക്ഷി കെ വിനോദിന്റെ 16ാമത് രക്തസാക്ഷിത്വ ദിനാചരണം ചൊവ്വാഴ്ച ഇരട്ടയാറ്റിൽ സംഘടിപ്പിച്ചത്. റെഡ് ഓൾ ഇന്ത്യ പരേഡും ഉജ്ജ്വല റാലിയും അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് നടന്ന സമ്മേളനം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസും BJP-യും നടത്തിയ ഇരട്ടത്താപ്പിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ 48% ജനങ്ങൾക്ക് നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാതായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് രാഷ്ട്രീയത്തിനകത്തെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്.
അതല്ലേ നമ്മൾ പറയില്ലേ രാഷ്ട്രീയത്തിനകത്ത് ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ടെന്ന്. ആ ഇരട്ടത്താപ്പാണ് BJPയും കോൺഗ്രസും ചേർന്ന് ജനദ്രോഹകരമായ ഈ ഭക്ഷ്യ നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കി. അതിന്റെ ഭാഗമായി കേരളത്തിലും നടപ്പാക്കി. കേരളത്തിലെ ജനങ്ങൾക്ക് 48% ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം നിഷേധിച്ച BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാര് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെതിരായിട്ട് നിങ്ങളെ അരി കൊടുക്കാത്തത് എന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ ഇവിടെ സമരത്തിനിറങ്ങി. CPM ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റി അംഗവും DYFI വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന വിനോദിനെ 2001 മെയ് 16 കൊലപ്പെടുത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 ശാന്തിഗ്രാം കാർഗിൽപ്പടിയിൽ നിന്നും ഇരട്ടയാർ ടൗണിലേക്ക് 100 കണക്കിന് റെഡ് വോളണ്ടിയർമാർ അണിനിരുന്ന പരേഡിന്റെ അകമ്പടിയോടെ അനുസ്മരണ റാലി നടന്നു. ആയിരക്കണക്കിന് ജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. KK ജയചന്ദ്രൻ ക്യാപ്റ്റനായ ജാഥയുടെ സമാപനവും അനുസ്മരണ സമ്മേളനവും ഒരേ വേദിയിലായിരുന്നു. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ റോയ് മാത്യു അധ്യക്ഷനായി. KS മോഹനൻ, VR സജി, MC ബിജു, മാത്യു ജോർജ്, VS ഷാജി എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം സെക്രട്ടറി റെജി ജോസഫ്, CPM ഏരിയ കമ്മിറ്റി അംഗം PB ഷാജി, KK വിനോദിന്റെ അമ്മ വള്ളിയമ്മ, ഭാര്യ ജയ വിനോദ്, മക്കളായ വിനീത്, ഗംഗ, സഹോദരൻ KK വിജയൻ, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഇരട്ടയാർ. ഉപ്പുതറ മേമാരി ആദിവാസി കുടിക്കാരുടെ റോഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. സംസ്ഥാന സർക്കാർ റോഡിനായി 20 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വളകോട് മേമാരിക്കുടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതോടെ മേമാരി ആദിവാസിക്കുടിയിലെ ആളുകളുടെ വർഷങ്ങൾ നീണ്ട യാത്രാദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡാണ് ഇവിടം. പീരുമേട് MLA ES ബിജുമോളുടെ ശ്രമഫലമായിട്ടാണ് റോഡ് നിർമ്മാണത്തിനുള്ള അനുമതിയായത്. തുടർന്ന് സംസ്ഥാന സർക്കാർ റോഡിന്റെ നിർമ്മാണത്തിനായി 20 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി. വളകോട് കണ്ണമ്പടി മേമാരി റോഡുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ നമുക്ക് 20 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ 1-ാം ഘട്ടം എന്നുള്ള നിലയിൽ 5 കോടി രൂപ നമുക്ക് ഭരണാനുമതി ലഭിച്ചുവെങ്കിലും മേജർ ഡിസ്ട്രിക്ട് റോഡുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടാണ് റോഡിൻ്റെ ഭരണാനുമതി വന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം ക്യാബിനറ്റ് തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ സാങ്കേതിക അനുമതി ലഭിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ അവറുകളുമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേക തീരുമാനമായി അദ്ദേഹം അത് എടുത്ത് ക്യാബിനറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള അനുമതി, സാങ്കേതിക അനുമതി ഏറെ കാലതാമസമില്ലാതെ ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടമായി 5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. എന്നാൽ മേജർ ലിസ്റ്റിൽ ഉൾപ്പെട്ട റോഡുകളുടെ ഗണത്തിൽപ്പെട്ടതുമൂലം പ്രത്യേക ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കഴിയൂ. ഉപ്പുതറ വളകോട്ടിൽ നിന്നും 22 കിലോമീറ്റർ അകലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ആദിവാസി മേഖല കൂടിയാണ് മേമാരിക്കുടി. ഇവിടെ 88 കുടുംബങ്ങളാണ് ഇപ്പോൾ താമസിക്കുന്നതും. ഇവരുടെ എല്ലാ ദൈനംദിന കാര്യങ്ങൾ നടത്തണമെങ്കിലും പട്ടണവുമായി ബന്ധപ്പെടണമെങ്കിലും ഉപ്പുതറയിൽ എത്തിച്ചേരണം. റോഡുകൾ തകർന്ന് നാശമായതിനാൽ കാൽനടയാത്ര പോലും ഇവർക്ക് ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. സഞ്ചാരയോഗ്യമായ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ മേമാരിക്കുടിക്ക് സ്വന്തമായ ഒരു റോഡ് എന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കഞ്ചിയാർ. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വനിതാ കമ്മീഷൻ സന്ദർശനം നടത്തും. ഈ മാസം 19-നാണ് ഡോക്ടർ J പ്രമീളാദേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇടമലക്കുടിയിലെത്തുന്നത്. ഇടമലക്കുടിയിലെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ആദിവാസികളുടെ പരാതികൾ സ്വീകരിക്കുന്നതിനുമായി സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ മാസം 19-ന് ഇടമലക്കുടിയിലെത്തുമെന്ന് കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീളാദേവി പറഞ്ഞു. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 2010 നവംബർ 1-ന് പഞ്ചായത്ത് രൂപം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ആദിവാസികളുടെ ഉന്നമനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. പദ്ധതികൾ പലതും അനുവദിക്കുമ്പോഴും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാത്തതിനാൽ സർക്കാർ ചെലവഴിക്കുന്ന തുകയുടെ വളരെ ചെറിയ ശതമാനം മാത്രമാണ് ആദിവാസികൾക്ക് പ്രയോജനപ്പെടുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് ഇടമലക്കുടി പാക്കേജിനായി 10.76 കോടി രൂപ നീക്കിവെച്ചുവെങ്കിലും 8 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം മാത്രമാണ് നടന്നത്. 250 വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും 50 എണ്ണം മാത്രമാണ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. അടുത്തയിടെ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട്. വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ പഠിച്ച് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകും. വിവിധ വകുപ്പിന്റെ പ്രതിനിധികളും കമ്മീഷനോടൊപ്പം ഉണ്ടാകും. ബിജു വൈശൻപറമ്പിൽ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാഞ്ചിയാർ പാലാക്കടയിൽ സ്ഥാപിച്ച കുരിശടിയിൽ മോഷണം. ലബക്കട ലൂർദുമാത ദേവാലയത്തിന്റെ കീഴിലുള്ള കുരിശടിയിലാണ് മോഷണം നടന്നത്. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ലബക്കട ലൂർദുമാത പള്ളിയുടെ കാഞ്ചിയാർ പാലാക്കടയിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശടിയിലാണ് മോഷണം നടന്നത്. കുരിശടിയോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന നേർച്ചപ്പെട്ടി തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്.
രാവിലെ കുരിശടിയിൽ നേർച്ചയിടാനെത്തിയ വിശ്വാസികളാണ് നേർച്ചക്കുറ്റി തകർത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് സമീപത്തെ വീട്ടിൽ അറിയിക്കുകയും ലബക്കട ലൂർദ് പള്ളി വികാരിയും കൈക്കാരന്മാരും സ്ഥലത്ത് എത്തിച്ചേരുകയുമായിരുന്നു. ഇതിനു മുൻപും സമാന രീതിയിൽ മോഷണം നടന്നിട്ടുണ്ടെന്നും സമീപവാസികൾ പറയുന്നു. ഒരു 10,000 രൂപയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 10-20 ദിവസത്തിന് മേളിലായതാണ് ഈ ഭണ്ഡാരം നമ്മൾ തുറന്നിട്ട്. ഇവിടെ കഴിഞ്ഞ വർഷവും ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെ ഇതുപോലെ മോഷണ ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഒരു അന്വേഷണങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയുടെ അരികിലായിട്ടാണ് കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നത്. മോഷണ വിവരം അറിഞ്ഞതിനെ തുടർന്ന് പള്ളി കമ്മിറ്റി അംഗങ്ങൾ ഉടൻ തന്നെ കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി പരിശോധന നടത്തി മേൽനടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി കാറ്റാടിക്കടവ് മാറുന്നു. വണ്ണപ്പുറം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടിക്കടവിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 820 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടിക്കടവ് സഞ്ചാരികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയാണ്. വണ്ണപ്പുറം പഞ്ചായത്തിന്റെ 5-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടിക്കടവ് സഞ്ചാരികൾക്ക് ഒരു പുത്തൻ അനുഭവമാണ് സമ്മാനിക്കുന്നത്. അടുത്ത കാലത്ത് വരെ അറിയപ്പെടാതെ കിടന്നിരുന്ന കാറ്റാടിക്കടവിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കാണ്. സദാസമയവും കാറ്റ് വീശുന്ന ഈ പ്രദേശം ഒരു ഇരട്ട വ്യൂ പോയിന്റ് കൂടിയാണ്. കാറ്റാടിക്കടവ് എന്ന് പറയുന്നത് വണ്ണപ്പുറം പഞ്ചായത്തിന്റെ 5-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള യാത്രാ സൗകര്യമാണ് ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും കുറവായിട്ട് ഇവിടെ ഉള്ളത്. താഴെ നിങ്ങോട്ടുള്ള വാഹന സൗകര്യം വളരെ കുറവാണ്. ഇപ്പം വരുന്ന ആളുകൾക്ക് അത്യാവശ്യക്കാരെ കൊണ്ടാണ് നമ്മൾ തന്നെ ഇവിടുന്ന് വാഹനമായിട്ട് പോയി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനുള്ള യാത്രാ സൗകര്യത്തിനെ പറ്റി പഞ്ചായത്ത് അധികാരികളോ അതുപോലെ DTPC പോലുള്ള ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ഒക്കെ ഇടപെട്ട് ഒരു യാത്രാ സൗകര്യം. സാധാരണ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച ട്രെക്കിംഗ് ഉൾപ്പെടെയുള്ള സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടേക്ക് കൂടുതലായും എത്തുന്നത്. തുമ്പികളും ചിത്രശലഭങ്ങളും അപൂർവ ഇനം തവളകളും ഉൾപ്പെടെ നിരവധി ജീവികളാണ് ഈ പർദീസയിലെ താമസക്കാർ. വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ കള്ളിപ്പാറയിൽ നിന്നും ജീപ്പിലും കാൽനടയായും ഇവിടേക്ക് എത്തിച്ചേരുവാനും കഴിയും. ഇവിടെ നിന്നാൽ എറണാകുളം, തൊമ്മൻകുത്ത്, വണ്ണപ്പുറം, മീനുളിയാൻപാറ എന്നീ സ്ഥലങ്ങളുടെ വിദൂര ദൃശ്യങ്ങളും കാണാൻ കഴിയും. ഉടൻ തന്നെ ഇടുക്കിയിലെ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി കാറ്റാടിക്കടവ് മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ലാജി പ്ലാത്തോട്ടം, ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. ഒരു ഇടവേള. ഹൈറേഞ്ച് മേഖലയിൽ വിശ്വസ്തതയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായി മഹാലാഭത്തിന്റെ മഹോത്സവം. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, മ്യൂസിക് സിസ്റ്റം, വാക്വം ക്ലീനർ, എയർ കണ്ടീഷണർ തുടങ്ങിയ എല്ലാത്തരം അപ്ലയൻസസും ഏറ്റവും വിലക്കുറവിൽ. കൂടാതെ ഈസി ഫിനാൻസ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ലോ EMI, സുതാര്യമായ വ്യവസ്ഥകൾ, ഏറ്റവും എളുപ്പം തവണകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ലയൻസസ് സ്വന്തമാക്കാൻ. വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ്, എടശ്ശേരി ജംഗ്ഷൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. കാർഡമം ടയറിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ സെർവോ കൺട്രോളറിന്റെ ഗുണങ്ങൾ: 1, 1 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ സമയലാഭം കിട്ടും. 2, കളർ ചേർക്കാതെ തന്നെ പച്ച കളറിൽ ഏലക്ക ഉണങ്ങിയെടുക്കാൻ കഴിയും. 3, ഇന്ധന ലാഭം ഭയങ്കരമായിരിക്കും. ഈ മെഷീൻ സ്റ്റോറിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പപ്പിന്റെയോ സ്റ്റെബിലൈസറിന്റെ ആവശ്യമില്ല. 130 വോൾട്ട് മുതൽ 290 വരെ ഇത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് 230 വോൾട്ട് സ്റ്റഡിയാക്കി തരും. ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിന്. അത്യുൽപാദന ശേഷിയുള്ള കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂർ വൺ കൊടുത്തൈകൾ, ഹൈബ്രിഡ് കൊക്കോ തൈകൾ, നാടൻ ജാതിയിൽ ബഡ് ചെയ്ത ജാതി തൈകളും, തെങ്ങ്, മാവ് മുതലായ ഫലവൃക്ഷ തൈകളും മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഹൈറേഞ്ചിലെ ഏക സ്ഥാപനം ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിനാർ. ക്യാപിറ്റൽ ടയർ പ്ലാസ, ഇടുക്കി റോഡ്, കട്ടപ്പന. ക്യാപിറ്റൽ ടയർ പ്ലാസയുടെ നവീകരിച്ച വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. 3D വീൽ അലൈൻമെന്റിന്റെ കൃത്യതയ്ക്ക് ഇടുക്കി ജില്ലയിൽ ആദ്യമായി USA ടെക്നോളജി 4 ക്യാമറ മെഷീൻ, ആധുനിക ടയർ ചേഞ്ചർ, പൂർണ്ണമായും എയർ വലിച്ചു കളഞ്ഞ് റീഫിൽ ചെയ്യുന്ന അത്യാധുനിക നൈട്രജൻ മെഷീൻ, മോഡേൺ അലോയ് വീൽസ്, എല്ലാ കമ്പനികളുടെയും ടയറുകൾ ഡിസ്കൗണ്ട് വിലയിൽ, പുക പരിശോധനാ കേന്ദ്രം,
വിദഗ്ധ പരിശീലനം നേടിയ ടെക്നീഷ്യന്മാർ, 2 വീലർ ടയറുകൾ, ക്യാപിറ്റൽ ടയർ പ്ലാസ, ഇടുക്കി റോഡ്, കട്ടപ്പന. ഇന്നു ഞാൻ ഓർക്കുന്നു ബാല്യകൗമാരവനാന്തര സുകൃതികൾ. അമ്മതന്നകിളിൽ അമൃതം നുണഞ്ഞതും നടക്കാൻ പഠിച്ചതും യാത്ര പോയതും ജലസ്രോതസ്സു തേടി പിന്നെ അമ്മയോടൊത്ത് നീരാടി തുടിച്ചതും. കിർലോസ്കർ പമ്പ്സ്, ലോകം സാക്ഷ്യപ്പെടുത്തിയ ഗുണമേന്മ. കിർലോസ്കർ, കാലം തെളിയിച്ച വിശ്വാസം. അംഗീകൃത വിതരണക്കാർ GNS ഇലക്ട്രിക്കൽ സർവീസസ്, കട്ടപ്പന, നെടുങ്കണ്ടം. പെട്രോൾ ഫാഷൻസിൽ സമ്മർ കളക്ഷൻസ്. പൊന്നോമനകൾക്കായി ട്രെൻഡി കളക്ഷൻസുമായി കിഡ്സ് വെയർ. സ്ത്രീ ഹൃദയങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേകുവാൻ ലേഡീസ് വെയർ. പുതുപുത്തൻ ട്രെൻഡുകളുമായി മെൻസ് വെയർ. ലേഡീസ് സെക്ഷനിൽ എല്ലാ വസ്ത്രങ്ങൾക്കും 20% ഡിസ്കൗണ്ട്. വേഗമാകട്ടെ, ഈ ഓഫർ മെയ് 6-ാം തീയതി വരെ മാത്രം. പെട്രോൾ ഫാഷൻസ്, പള്ളിക്കവല, കട്ടപ്പന. It's a beautiful day, hey, hey. I'm gonna make most of Jaguar, Parryware, Bathix, Sanitary Wear and Bath Fittings, Supreme Piping Solution, WaterTech Taps, Diamond, Frankie, Metro തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്ര, CP Fittings. Make your home as you dream. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. കണ്ടില്ലേ, രോഹിണി കാലിത്തീറ്റയുടെ ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. രോഹിണി കാലിത്തീറ്റ കൊടുത്തു തുടങ്ങിയത് മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. രോഹിണി കാലിത്തീറ്റ. കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ വേസ്റ്റും പുകയില വേസ്റ്റും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചീയൽ, തട്ടുമറിച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജുവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് and ISO 9001-2008 certified products. Western Agro Trading Company, Srinima Building, Kumali. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ സമ്പൂർണ്ണ വൈദ്യുതീകരണ നടപടികൾ അവസാന ഘട്ടത്തിൽ. വൈദ്യുതി വിതരണത്തിനുള്ള 90% നടപടികളും പൂർത്തിയായതായാണ് വൈദ്യുതി വകുപ്പിന്റെ വിലയിരുത്തൽ. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി 9811 വീടുകളിലാണ് ഇത്തവണ വൈദ്യുതി വകുപ്പ് വെളിച്ചമെത്തിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 31-നകം വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയാകേണ്ടിയിരുന്നെങ്കിലും വനത്തിനുള്ളിലൂടെയുള്ള ലൈൻ വലിക്കലിന് തടസ്സം നേരിട്ടതാണ് വൈദ്യുതീകരണ ജോലികൾ നീണ്ടുപോകാൻ ഇടയാക്കിയത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി ഇടുക്കിയെ മാറ്റുന്നതിനുള്ള വൈദ്യുത വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. 90% വൈദ്യുതീകരണം പൂർത്തിയായി കഴിഞ്ഞു. മാർച്ച് 31-ന് വൈദ്യുതീകരണം പൂർത്തിയാക്കുന്നതിന് വൈദ്യുത വകുപ്പ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞില്ല. വനപ്രദേശങ്ങളിലൂടെയുള്ള ലൈനുകൾ വലിക്കുന്നതിന് വനംവകുപ്പ് തടസ്സം നിന്നതാണ് ഇതിന് പ്രധാന കാരണം. തുടർന്ന് വകുപ്പ് മന്ത്രി MM മണി നേരിട്ടിടപെടുകയും തടസ്സങ്ങൾ നീക്കി സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. ഈ മാസം അവസാനത്തോടെ കേരളത്തിലെ മറ്റു ജില്ലകൾക്കൊപ്പം ഇടുക്കിയെയും സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി പ്രഖ്യാപിക്കുവാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ 9811 വീടുകളിലാണ് വൈദ്യുതി എത്തിക്കേണ്ടത്. ഇടുക്കി മണ്ഡലത്തിൽ 843, തൊടുപുഴയിൽ 658, ഉടുമ്പൻചോലയിൽ 1069, ദേവികുളത്ത് 6113, പീരുമേട്ടിൽ 1131 വീടുകളിലാണ് വൈദ്യുതി എത്തിച്ചു നൽകേണ്ടത്. ഇതിൽ ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ ചിത്തിരപുരം സെക്ഷന് കീഴിലുള്ള പ്രദേശത്തെ ചില വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്ന നടപടികൾക്ക് ഇപ്പോഴും വനംവകുപ്പ് തടസ്സം നിൽക്കുകയാണ്. ഈ മേഖലയിലെ കോളനികളിലാണ് വൈദ്യുതി എത്തിക്കുന്നതിന് പ്രതിസന്ധി നേരിടുന്നത്. ഇടുക്കി ജില്ലയിലെ 295 വൈദ്യുതി സെക്ഷൻ ഓഫീസുകളാണുള്ളത്. വണ്ടൻമേട്, അണക്കര, മറയൂർ, ചിത്തിരപുരം, രാജകുമാരി തുടങ്ങിയ സെക്ഷനുകളിൽ മികച്ച പ്രവർത്തനം നടത്തിയതായിട്ടാണ് വൈദ്യുത വകുപ്പിന്റെ വിലയിരുത്തൽ. സിറ്റി വിഷൻ, രാജാക്കാട്. കുമളി ടൗണിലും സമീപ പ്രദേശങ്ങളിലുമായി പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നു. നടപടിയെടുക്കാതെ ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥർ.
കുമളി ടൗണിന്റെയും പരിസര പ്രദേശങ്ങളുമായി 2 ഡസനിലധികം സ്ഥലങ്ങളിലാണ് പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴാകുന്നത്. കുമളി ചക്കവള്ളം പഞ്ചായത്തുകളിൽ തേക്കടി തടാകത്തിൽ നിന്നുള്ള വെള്ളമാണ് വിതരണം ചെയ്യുന്നതും. വ്യാപകമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനാൽ ഉയർന്ന പ്രദേശങ്ങളടക്കം കൃത്യമായി വെള്ളം എത്തുന്നുമില്ല. തേക്കടി ഷട്ടറിന് സമീപത്തായി നിരവധി സ്ഥലങ്ങളിലാണ് പൈപ്പ് പൊട്ടി വെള്ളം വൻതോതിൽ പാഴാകുന്നത്. തേക്കടി ലൂർദ് പള്ളിക്ക് സമീപത്തെ തകരാർ മൂലം ദിവസേന 10,000-കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നു. ഇവിടെ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് പതിവ് കാഴ്ചയുമാണ്. തേക്കടി കവലയിൽ ദേശീയപാതയോടൊരത്ത് 2 സ്ഥലത്ത് വെള്ളം ഒഴുകുന്നു. കുമളി 1-ാം മൈൽ റോഡിൽ 5-ലേറെ സ്ഥലങ്ങളിലും റോസാപ്പൂക്കണ്ടത്ത് 10ഓളം ഭാഗത്തും ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് വെള്ളം പാഴാകുന്നത്. കടുത്ത വേനലിലും വെള്ളം കിട്ടാതെ ജനം വലയുമ്പോഴാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ അലംഭാവവും. വാട്ടർ അതോറിറ്റിയിൽ സംഭവം വിളിച്ചറിയിച്ചാലും അധികൃതർ അനങ്ങാറില്ല. ഇവിടെ പൈപ്പ് പൊട്ടി ഒഴുകണം. വാട്ടർ അതോറിറ്റിയുടെ പീരിമേഡ് ഓഫീസിൽ വിളിച്ച് പറയുമ്പോൾ പീരിമേഡ് ഓഫീസുകാർ പറയും കട്ടപ്പന ഓഫീസിന് കീഴിലാണ് ഈ പൈപ്പിന്റെ മെയിൻ്റനൻസ് നടത്തുന്നത്. കട്ടപ്പന ഓഫീസിൽ വിളിക്കുമ്പോൾ അവർ പറയും പീരിമേഡ് ഓഫീസിനെയാണ്. മാസങ്ങളായിട്ട് ഈ പൊട്ടി ഒഴുകുന്ന മൂലം ഈ കെട്ട് ഏത് സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബസ്സുകൾ ഏത് സമയത്തും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം കൊണ്ട് ഈ കെട്ടിനുള്ളിലൂടെ ഉള്ള മണ്ണെല്ലാം ഒലിച്ചുപോയി ഏത് സമയം നിലംപൊത്തി വലിയൊരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേനൽക്കാലമായിട്ട് കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ലിറ്റർ കണക്കിന് വെള്ളമാണ് ഇവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം പാഴായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള അനാസ്ഥകൾ തുടർന്നാൽ ശക്തമായ സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് വരും. തകരാറുകൾ പരിഹരിച്ച് എത്രയും വേഗം കുടിവെള്ള വിതരണം കുറ്റമറ്റതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യവും. ഇടുക്കി വിഷൻ, കുമളി. ചെങ്കുളം മാങ്ങാപ്പാറയിൽ അടച്ചുപൂട്ടിയ വിദേശ മദ്യവിൽപ്പനശാല വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിനെതിരെ നാട്ടുകാർ നടത്തിവരുന്ന ജനകീയ സമരം തുടരുന്നു. സമരത്തിന് ഐക്യദാർഢ്യവുമായി പ്രദേശത്തെ അംഗൻവാടികളിലെ കുരുന്നുകൾ സമരപ്പന്തലിൽ എത്തി. മദ്യവിൽപ്പനശാല തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. മാങ്ങാപ്പാറയിലെ ജനവാസ മേഖലയിലേക്ക് വിദേശ മദ്യവിൽപ്പനശാലയുടെ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 ദിവസമായി നടത്തിവന്നിരുന്ന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രദേശത്തെ അംഗൻവാടികളിൽ നിന്ന് കുരുന്നുകളും എത്തിയത്. മദ്യശാല എത്തുന്നതിനാൽ സമീപത്തുള്ള അംഗൻവാടിയിലേക്ക് കുട്ടികളെ അയക്കുന്നതിന് മാതാപിതാക്കൾ തടസ്സം പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് അംഗൻവാടി ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികളുമായി വന്ന സമരത്തിൽ പങ്കെടുത്തത്. മദ്യശാല വന്നാൽ കുട്ടികൾക്കും അംഗൻവാടിയിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന സ്ത്രീകൾക്കും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും അംഗൻവാടി ടീച്ചർ പറഞ്ഞു. സമരം തുടങ്ങിയിട്ട് 5 ദിവസമായി. കുട്ടികളെ എൻ്റെ അംഗൻവാടിയിലെ കുട്ടികളാണ് ഇവരെ ഇങ്ങോട്ട് അംഗൻവാടിയിലേക്ക് വിടുന്നില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഇതാണ്. ഇവിടെ ബീവറേജ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പിന്നെ അംഗൻവാടിയിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഇതിലെ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു 3:30 കഴിഞ്ഞാൽ ഞാനിവിടുന്ന് ഒരു 3:30-3:45 ആവും പോകുമ്പോൾ അന്നേരം ഇതിലെ വഴി നടന്നു പോകാൻ ഭയങ്കര പ്രയാസമാണ്. മദ്യശാല ഇവിടേക്ക് മാറ്റുവാനുള്ള നീക്കം അവസാനിപ്പിക്കുന്നതുവരെ തെരുവോരത്തെ ഈ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കില്ലെന്ന് നാട്ടുകാർ പ്രതികരിച്ചു. ഇതിന് മുന്നോടിയായിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഞങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകുന്ന സർക്കാർ നീതി പാലിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് ചെങ്കുളം ശരിയാമ്പാറ മാങ്ങാപ്പാറ റോഡാണ്. ഈ റോഡിന് ആകെ 6 അടി വീതി മാത്രമേ ഉള്ളൂ. ഇതിലെ 2 സൈഡിലും വാഹനങ്ങൾ വന്ന് നിരക്കുകയും മദ്യപാനികൾ ഇറങ്ങി നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ജീവന് സുരക്ഷയില്ലെന്ന് മാത്രമല്ല ഇവിടുത്തെ അംഗനവാടിയിൽ പോകുന്ന പിള്ളേരുടെ ജീവന് സുരക്ഷയില്ല. വഴിയരികിൽ അടുപ്പ് പൂട്ടി കഞ്ഞിവെച്ച് കുടിച്ചും പന്തലിൽ നിന്നും മാറാതെയാണ് പ്രദേശവാസികളുടെ സത്യാഗ്രഹ സമരം ശക്തമായി തുടരുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് സമരരംഗത്തുള്ളത്. വെള്ളത്തൂവൽ ടൗണിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ ആളെ അടിമാലി എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി. വെള്ളത്തൂവൽ സ്വദേശി കല്ലൂർ റിജിയെയാണ് 6 ലിറ്റർ വിദേശ മദ്യവുമായി പിടികൂടിയത്. രാജാക്കാട് വെള്ളത്തൂവൽ റോഡിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയയാളെ അടിമാലി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കൊന്നത്തടി മുതിരപ്പുഴ സ്വദേശി കല്ലൂർ വീട്ടിൽ സ്കറിയ മകൻ റജീസ് സ്കറിയ 40 അറസ്റ്റിലായത്. നിലവിലുള്ള അബ്കാരി നിയമത്തിന് വിരുദ്ധമായി KL 683197 ഹോണ്ട ഡിയോ സ്കൂട്ടറിൽ 6 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ VV തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ഇടുക്കി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ മുമ്പാകെ ഹാജരാക്കി ദേവികുളം സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെയും മറ്റും അതിജീവിച്ച് കർഷകരുടെ കഷ്ടപ്പാടിനൊടുവിൽ കാന്തല്ലൂരിൽ പഴവർഗ കലവറ ഒരുങ്ങുന്നു. ആപ്പിളും ബ്ലാക്ക്ബെറിയും അടക്കമുള്ള പഴവർഗ്ഗങ്ങൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിളവെടുക്കുവാൻ സാധിക്കും. മറിയൂർ കാന്തല്ലൂരിൽ ശീതകാല പഴവർഗ്ഗങ്ങൾ സഞ്ചാരികൾക്കായി ഒരുങ്ങുന്നു. പാതി വിളവായ ആപ്പിളും ബ്ലാക്ക്ബെറിയും വിവിധയിനം പ്ലംസും സബർജലും സ്ട്രോബെറിയും ഓറഞ്ചും ഫാഷൻ ഫ്രൂട്ടും തുടങ്ങി നിരവധി ശീതകാല പഴവർഗ്ഗങ്ങൾ പാതി വിളവായിട്ടുള്ളത്. കനത്ത മഴയിലും ആലിപ്പഴ വീഴ്ചയിലും പകുതിയിലേറെ പാതി വിളവായ പഴങ്ങൾ താഴെ വീണ് നശിച്ചിരുന്നു.
അവശേഷിച്ചവയെ പരിചരിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിളവെടുക്കുവാൻ ഒരുക്കുന്ന തിരക്കിലാണ് കർഷകർ. ഇന്ത്യയിൽ ബ്ലാക്ക്ബെറി വിളയുന്ന അപൂർവ ചില മേഖലകളിലൊന്നാണ് കാന്തല്ലൂർ മലനിരകൾ. കേരളത്തിൽ ആപ്പിൾ വ്യാപകമായി വിളയുന്ന പ്രദേശവും കാന്തല്ലൂർ തന്നെ. പഴവർഗ്ഗങ്ങളുടെ നിറക്കാഴ്ച ആസ്വദിക്കുവാനാണ് സഞ്ചാരികൾ മലനിരകളിലേക്ക് എത്തുന്നത്. നിരവധി ഫാമുകളിൽ സഞ്ചാരികൾക്ക് കാണുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഫാമുകളിൽ എത്തുന്നവർക്ക് പഴവർഗ്ഗങ്ങൾ ചെടികളിൽ നിന്ന് നേരിട്ട് പറിച്ചു നൽകുന്നു. ഇതിലൂടെ കർഷകർക്ക് ന്യായവില ലഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മൂന്നാർ പുഷ്പമേള 21 വരെ നീട്ടി. മെയ് 14 വരെ നടത്തുന്നതിനാണ് മുമ്പ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ സന്ദർശകരുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെയാണ് 21 വരെ നീട്ടുന്നതിന് സംഘാടക സമിതി തീരുമാനിച്ചത്. ഇതുവരെയുള്ള ദിവസങ്ങളിൽ പുഷ്പമേള സന്ദർശിച്ചത് ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ്. മൂന്നാർ ഹൈഡൽ ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മൂന്നാർ പുഷ്പമേളയുടെ സമയപരിധി നീട്ടി. മെയ് 14 പുഷ്പമേള അവസാനിക്കുന്നുവെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നതെങ്കിലും 21 വരെ മേള നീട്ടുകയായിരുന്നു. പൊമ്പിളെ ഒരുമയുടെ സമരങ്ങളടക്കം നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം കുറിച്ച മൂന്നാറിൽ ഒരാഴ്ചക്കിടെയാണ് സന്ദർശകർ എത്തിത്തുടങ്ങിയത്. സമരം അവസാനിച്ചതോടെ മൂന്നാറിലെ ഹോട്ടലുകൾ, കോട്ടേജുകൾ, റിസോർട്ടുകൾ എന്നിവ സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു. ഇതോടെ പുഷ്പമേളയ്ക്കെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഉണ്ടായത്. മുക്കുടിയിൽ ചെക്ക് ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന പന്നിയാർ പുഴയിലേക്ക് വൻതോതിൽ മാലിന്യ നിക്ഷേപം. പ്ലാസ്റ്റിക്കും ഭക്ഷണ അവശിഷ്ടങ്ങളും അടക്കമുള്ള മാലിന്യങ്ങളാണ് മുക്കുടി പാലത്തിന് സമീപത്തായി വൻതോതിൽ തള്ളിയിരിക്കുന്നത്. കടുത്ത ജലക്ഷാമം നേരിടുന്ന സമയത്ത് പ്രദേശവാസികളുടെ ഏക ആശ്രയമായ ജലസ്രോതസ്സാണ് മാലിന്യം കൊണ്ട് നിറയുന്നത്. കുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റിലേക്ക് വെള്ളം എത്തിക്കുന്നതിനു വേണ്ടി പൂപ്പസിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ചെക്ക് ഡാമിലേക്കാണ് പന്നിയാർ പുഴ ഒഴുകിയെത്തുന്നത്. ഇത്തവണ കടുത്ത വരൾച്ചയായതിനാൽ പന്നിയാർ പുഴയെ ആശ്രയിച്ചാണ് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ജീവിക്കുന്നത്. പൂപ്പസിറ്റി പാലത്തിനു സമീപം വൻതോതിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നതിനെതിരെ പല പ്രാവശ്യം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. രാത്രിയിൽ വാഹനങ്ങളിൽ, ഹോട്ടലുകളിൽ നിന്നടക്കമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. പുഴയിൽ വെള്ളം കുറവായതിനാൽ ഇവ ഒഴുകിപ്പോകാതെ ഇവിടെ കിടന്ന വൻ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. അടിയന്തരമായി പ്രശ്നത്തിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുവാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഇനി കമ്പോള വില നിലവാരം. സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. പ്രധാന വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാറിലെ വൻകിട കയ്യേറ്റക്കാരുമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. എം മണിയുടെ ബിനാമിയാണ് ലംബോദരൻ എന്നും ഡീൻ കുര്യാക്കോസ്. കാഞ്ചിയാർ പാലാക്കടയിൽ സ്ഥാപിച്ച കുരിശടിയിൽ മോഷണം. ലെബക്കട ലൂർദ് മാതാ ദേവാലയത്തിന്റെ കീഴിലുള്ള കുരിശടിയിലാണ് മോഷണം നടന്നത്. കോൺഗ്രസും ബി.ജെ.പിയും നടത്തിയ ഇരട്ടത്താപ്പിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ 48% ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കാത്തതെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വനിതാ കമ്മീഷൻ സന്ദർശനം നടത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷം കാണാം. നമസ്കാരം.